സ്തോത്രം. ദൈവം നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സങ്കീർത്തനം 103:7 ഒരാൾ വായിച്ചേ. അവൻ തന്റെ വഴികളെ മോശെയും തന്റെ പ്രവൃത്തികളെ ഇസ്രായേൽ മക്കളെയും അറിയിച്ചു. സ്തോത്രം. പുറപ്പാട് 19:3 ഒന്ന് വായിച്ചേ വാക്യം. മോശ ദൈവത്തിന്റെ അടുക്കൽ കയറിച്ചത് യഹോവ പർവ്വതത്തിൽ നിന്ന് അവനോട് വിളിച്ച് കൽപ്പിച്ചത്. സ്തോത്രം. അപ്പോൾ സങ്കീർത്തനത്തിൽ വായിച്ചപ്പോൾ പറഞ്ഞത് മോശയോട് ദൈവം സംസാരിച്ചു. അതിൻ്റെ തെളിവ് പുറപ്പാട് 19 നമ്മൾ വ്യക്തമായിട്ടത് കാണാൻ പറ്റി, അല്ലെങ്കിൽ അത് നമുക്ക് വായിക്കാൻ പറ്റി. ഇതിൻ്റെയൊക്കെ അർത്ഥം, നമ്മുടെ ഭവനത്തിനകത്ത് നമ്മുടെ മക്കളോ നമ്മുടെ സുഹൃത്തുക്കളോ വന്ന് കയറി ദൈവത്തെ ആരാധിക്കുമ്പോൾ അതൊരു നല്ലൊരു സന്തോഷപ്പെട്ടൊരു സംഭവമാണ്. ആ ആരാധനയുടെ അതേ സന്തോഷം തന്നെ പിന്നത്തേതിൽ കിട്ടുന്നില്ല. ആ ആരാധനയ്ക്ക് നേതൃത്വം കൊടുത്ത പാസ്റ്ററാവാം, അല്ലെങ്കിൽ ആ ഭവനത്തിലുള്ള ആരോ ആവട്ടെ, അവരെ കൊണ്ട് തന്നെ ആ ആരാധന കഴിഞ്ഞേച്ച് അതിനെ പൊളിപ്പിക്കും. വാക്കുകളിൽ കൂടി, ദേഷ്യത്തിൽ കൂടി, മൃഗീയമായ സംസാരത്തിൽ കൂടിയൊക്കെ പൊളിപ്പിക്കുന്നുണ്ട്. നിങ്ങളിവിടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ഇതേ മോശയെ കൊണ്ട് സ്തോത്രം കർത്താവിൻ്റെ കൽപ്പനക അടിച്ച് പൊട്ടിക്കത്തക്ക നിലവാരത്തിൽ മോശയെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കുക, ദൈവത്തിൻ്റെ അടുത്തിരുന്ന് വന്ന മോശയുടെ ആ ഒരു സന്തോഷം ദൈവത്തിൻ്റെ അടുത്തിലിരുന്നപ്പോൾ, പക്ഷെ അത് താഴോട്ട് വന്നപ്പോൾ, അതായത് സ്തോത്രം തൻ്റെ എന്താ പറയുന്നേ ജനത്തിനോട് വന്നപ്പോൾ അവരൊരു കാളക്കുട്ടിയെ വാർത്തുണ്ടാക്കി. നമ്മൾ 19 ഇങ്ങനെ വായിച്ച് വരുമ്പോൾ കാളക്കുട്ടിയെ ഉണ്ടാക്കുന്ന, അതിനോട് ആരാധിക്കുന്ന, ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുക, സാത്താൻ നിന്നെ ഇപ്പോൾ കൊടുക്കുന്ന ഏറ്റവും വലിയൊരു സംഭവമുണ്ട്. ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നീ വീട്ടിനകത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര പ്രോബ്ലം, വീട്ടിൽ നിന്ന് പുറത്ത് പോകുമ്പോൾ എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല, ഭയങ്കര ഹാപ്പിനെസ്സാണ്. മക്കളോടൊപ്പം ചിലവഴിക്കാൻ, മക്കൾക്ക് എന്ത് വേണം, ഏത് കാര്യം വേണം എന്ന് പറഞ്ഞ് ചോദിച്ച് വാങ്ങിച്ചു കൊടുക്കുന്ന മാതാപിതാക്കളുണ്ട്. എന്നാൽ ഇതേ മാതാപിതാക്കളും ഈ മക്കളോട് വീട്ടിനകത്ത് എങ്ങനെ പെരുമാറുന്നത് ചിന്തിക്കുക. അതുകൊണ്ടാണ് ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് വേണം സ്തോത്രം നിൻ്റെ പ്രാർത്ഥനയും നിൻ്റെ ആരാധനയും മുമ്പിലോട്ട് വരാൻ. കാരണം ദുരാത്മാക്കൾ പ്രവർത്തിക്കുന്നത് ജഡക്കണ്ണാലെ കാണാൻ പറ്റത്തില്ല. ആത്മീയമായുള്ള കണ്ണിൽ അതിനെ കാണാൻ പറ്റൂ, അതിനെ പെട്ടെന്ന് ക്യാച്ച് ചെയ്തെടുക്കാനേ പറ്റൂ. കാരണം കർത്താവ് നിൻ്റെ കൂടെ ഇരിക്കും കാലം വരെയും, പരിശുദ്ധാത്മാവ് നിൻ്റെ കൂടെ ഇരിക്കും കാലം വരെയും സ്തോത്രം നിനക്ക് എപ്പോഴും സ്നേഹത്തെക്കുറിച്ചും, ഒരാൾ ബലഹീനതപ്പെട്ടു പോയ ആ ബലഹീനതയിൽ കുത്താതെ ആ ബലഹീനതയിൽ അവനെ കൈപിടിച്ച് ഉയർത്തുന്നൊരു മൈൻഡ് വരും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ. ചിലപ്പോൾ നമ്മളൊരു പുതിയ വീട് വാങ്ങിച്ചു, ആ വീടിനകത്ത് നമ്മൾ സ്തോത്രം പ്രാർത്ഥിച്ച് കയറി, പക്ഷേ ഇപ്പോൾ ആ റൂമിനകത്ത് വരുമ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥത, ഭയങ്കരമായിട്ടുള്ളൊരു ഭയാത്മം. അതെന്തെന്ന് കേട്ട് കഴിഞ്ഞാൽ, നമ്മൾ ആത്മാവിൽ ആരാധിക്കുന്നു എന്ന് ആ സ്ഥലത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഏരിയയിൽ സ്ഥാപിച്ചിരിക്കുന്ന ദുരാത്മാവിന് മനസ്സിലായി, ഇനി എനിക്കിവിടെ ഇരിക്കാൻ പറ്റില്ല. കാരണം ദൈവത്തിൻ്റെ ആത്മാവ് എവിടെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെയെല്ലാം വൻ അത്ഭുതങ്ങൾ നടന്നിട്ടുണ്ട്. ചിലപ്പോൾ നീ ചെറിയൊരു പാട്ടായിരിക്കാം പാടിയിരിക്കുന്നത്, ചെറിയൊരു പ്രാർത്ഥനയായിരിക്കാം പ്രാർത്ഥിച്ചിരിക്കുന്നത്. ഇത് നിരന്തരം ഇങ്ങനെ കണക്ട് ചെയ്ത് പോകുമ്പോൾ ആ ദേശത്ത് പരിശുദ്ധാത്മാവിന് ഇറങ്ങിയേ പറ്റൂ. ഹല്ലേലൂയ. ഒന്ന് ആലോചിച്ചോ, അലറി നിൽക്കുന്ന സിംഹമാണോ അലറി എങ്കിൽ പിന്നെ ഡാനിയലിൻ്റെ അടുത്ത് ആനക്കുഴിയിലോ കുതിരക്കുഴിയിലോ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഡാനിയലിൻ്റെ അടുത്ത് എറിയണ്ടേ? അല്ല, സിംഹത്തെ അലറി ആ പവറിൽ നിൽക്കുന്ന സിംഹത്തിൻ്റെ അകത്തേക്കാണ് ഡാനിയലിനെ എടുത്തെറിഞ്ഞത്, ഇല്ലേ? കറക്റ്റല്ലേ? എന്തുകൊണ്ട് ഡാനിയലിനെ കടിച്ചില്ല? എന്തുകൊണ്ട് ഡാനിയലിൻ്റെ അസ്ഥികൾ മൊത്തത്തോട് അത് നിങ്ങൾ പറിച്ചെടുത്തില്ല? പറ്റൂല. ഡാനിയൽ എന്ത് വിശ്വസിക്കുന്നുവോ അത് സംസാരിക്കും. എന്ത് സ്തോത്രം ആമേൻ ആത്മീയ അന്തരീക്ഷത്തെ സ്തോത്രം ആ സിംഹത്തിൻ്റെ ഗുഹയ്ക്കകത്തും കൊണ്ടുവന്നെന്ന് വേണം പറയാൻ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുമോ എന്ന് കേട്ടാൽ ഒട്ടും പറ്റൂല. എന്നെയാണ് സിംഹക്കുഴിയിൽ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ തീർന്ന് വീഴും മുമ്പേ ഞാൻ മരിക്കും. അത്ര ഭയം. സിംഹത്തിൻ്റെ നഖം, സിംഹത്തിൻ്റെ പല്ല്, സിംഹത്തിൻ്റെ അലർച്ച. കാരണം ഞാൻ തനിയെ കയറി പോകുന്നതല്ലല്ലോ. രാജാവ് ആ പ്രജകൾ എന്നെ ഉന്തിത്തള്ളി ഇവിടെയല്ലേ, അന്നേരം അവർ പറഞ്ഞു കാണും, സിംഹം പല്ല് എന്നെ കടിച്ച് കൊല്ലും, നീ തീർന്ന്. പരിശുദ്ധാത്മാവ് ആരോട് ഇങ്ങനെ പറയുന്ന, വളരെ ശ്രദ്ധയോടുകൂടി ദൈവാത്മാവ് നിങ്ങളോട് നിങ്ങളുടെ കുടുംബത്തോട് പറയുന്ന, നീ തീർന്നു, നിൻ്റെ പ്രാർത്ഥന തീർന്നു, ഇനി നീ എണീറ്റ് വരത്തില്ല എന്ന് പറയുന്ന ഏതോ ഒരു കുടുംബത്തെ നോക്കി പരിശുദ്ധാത്മാവ് പറയുന്നു, നീ എണീറ്റ് വരും. ഹല്ലേലൂയ. സ്തോത്രം.
നീ എണീറ്റ് വന്നിരിക്കും. മറിയ, മാർത്ത ഒറ്റ സഹോദരനേ ഉള്ളൂ. സ്തോത്രം. യേശു പറഞ്ഞ പദം ഇതാണ്, ഈ ദീനം മരണത്തിനായിട്ടേ അല്ല. യഥാർത്ഥത്തിൽ അതാണ് സത്യം. പക്ഷെ അവരുടെ മൈൻഡിൽ അത് കയറുന്നില്ല. കാരണം മനുഷ്യർ പറഞ്ഞ വാക്കിനോട് അവർ കാതുകൊടുത്ത്, കർത്താവെ എൻ്റെ സഹോദരൻ ദീനമായി കിടക്കുന്നു എന്ന് പറഞ്ഞ് രണ്ടുപേരെ വിട്ട അതേ വ്യക്തികൾ ഈ യേശുവിനോട് പറയുന്നത് ഇങ്ങനെയാണ്. അവനെ വെച്ചത് എവിടെയെന്ന് യേശു കേൾക്കുമ്പോൾ അവർ പറയുന്നത് നാറ്റം വെച്ചു. യേശുവിൻ്റെ ഇടയ്ക്കാണ് അവർ സംസാരിക്കുന്നത്. അവരുടെ ബോധം പോയി. കർത്താവ് അവിടെ നിന്നു. അവരെ ഇൻസൾട്ട് ചെയ്യുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. നീ വിശ്വസിക്കുക. ഇതിൽ കൂടി കേൾക്കുന്ന നിന്നോട് പരിശുദ്ധാത്മ പറയുന്ന, ആരൊക്കെ നിന്നെ കൈവിട്ടാലും ശരിയല്ല, നിന്റെ ഭവനത്തിനകത്ത് സാത്താൻ കുടിയിരിക്കണമെന്ന് പറഞ്ഞാലും ശരിയല്ല, നസ്രായനായ യേശുവിൻ്റെ മുമ്പാകെ ഈ സാത്താൻ്റെ മുഴങ്കാലുകൾ മടങ്ങിക്കഴിഞ്ഞു. നീ അത് വിശ്വസിക്കുക. നീ ഇനി പുറത്തു വരത്തില്ല, നീ ഇനി പ്രവചിക്കത്തില്ല, നീ ഇനി അന്യഭാഷയിൽ ആമേൻ സ്തോത്രം ദേശത്തിന് വേണ്ടി കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കത്തില്ല എന്നൊക്കെ വെല്ലുവിളിച്ച് നിന്റെ മരണം, അതിൻ്റെ അർത്ഥം ആത്മീയ മരണം കാണാൻ കൊതിച്ചിരിക്കുന്നവരോട് ആമേൻ സ്തോത്രം പരിശുദ്ധാത്മാവ്, അതായത് നീ മരിക്കുന്നത് കാണാൻ കൊതിച്ചിരിക്കുന്നവർ ആത്മീയതയിലാണ് കേട്ടോ. കർത്താവ് പറയുന്നത്, ഞാൻ നിന്നെ പോറ്റി പുലർത്തുന്ന ഒരു ദൈവം. നിൻ്റെ വശത്ത് 1000 പേരും നിൻ്റെ വലതുവശത്ത് 10,000 പേരും വീണാലും നിന്നോട് അടുക്കത്തില്ല. ഒന്ന് ശ്രദ്ധിച്ചു നോക്കാം. മോശ ദൈവത്തിൻ്റെ ശബ്ദം തന്നെയാണ് സംസാരിച്ച. നീ വചനം വായിക്കുക, ആരാധിക്കുക, ആത്മാവിൽ ആരാധിക്കുക. ദൈവം നിന്നോട് സംസാരിക്കുന്നത് സഭയിൽ സംസാരിക്കുക. പലവരും നിന്നെ പുച്ഛിക്കും, പലവരും നിന്നെ ഉപയോഗിച്ച് നിൻ്റെ കൂടെ നടന്ന് അവർക്ക് വേണ്ടി മധ്യസ്ഥതയിൽ പ്രാർത്ഥിച്ച് അവർക്ക് വേണ്ടി കൂടെ നടന്ന് കിലോമീറ്ററുകൾ അപ്പുറം അവരോടൊപ്പം നടന്ന് സഭയിൽ ചെന്ന് ഉപവസിച്ച് നിൻ്റെ ആ ഒരു സാന്നിധ്യം അവർക്ക് അന്നേരം ആവശ്യമുണ്ടോ? ഇപ്പോൾ നിൻ്റെ സാന്നിധ്യം അവർക്ക് ആവശ്യമില്ല, നിൻ്റെ സ്നേഹം അവർക്ക് ആവശ്യമില്ല, നിൻ്റെ പ്രാർത്ഥന അവർക്ക് ആവശ്യമില്ല, നിൻ്റെ കൂട്ടായ്മ അവർക്ക് ആവശ്യമില്ല. നിന്നെ പുറന്തള്ളി നിനക്ക് ആ മനോവ്യസനം അകത്തുണ്ടോ? അതിൽ കുടുങ്ങിയിരിക്കരുത്. നീ പറയേണ്ടതാ, എൻ്റെ ദൈവം ഇതിനേക്കാൾ അപ്പുറം എന്നെ ഉയർത്തും. മനുഷ്യൻ ഉയർത്തിയ അവൻ നിന്നെ താഴെ തള്ളിയിടും. പക്ഷെ ദൈവം ഉയർത്തിയാൽ, ശ്രദ്ധിച്ചു നോക്കുക, ഞാൻ തുറന്നാൽ തുറന്നതാണ്, ഞാൻ അടച്ചാൽ അടച്ചതാണ്. അതാണ് ദൈവത്തിൻ്റെ കൃപ. ഹല്ലേലൂയ. പത്രോസിൻ്റെ മൈൻഡ് പറഞ്ഞു കൊടുത്തു, നീ യേശുവിനെ തള്ളി പറഞ്ഞു ഇറങ്ങിപ്പോ. അവൻ പോയി. ഞാൻ മീൻ പിടിക്കാൻ പാടെന്ന് പറഞ്ഞു പോയി. പക്ഷെ യേശു പൊടാ എന്ന് പറഞ്ഞില്ല. യേശു പോയിട്ട് പറഞ്ഞത്, നീ എൻ്റെ ആടുകളെ മേയ്ക്കേ. കണ്ട, അതുകൊണ്ട് തളർന്നിരിക്കുന്ന ഏതോ കുടുംബത്തിനോട് തമ്പുരാൻ പറയുന്നു, പുറത്തു വാ പാസ്റ്റർ, കുടുംബമേ നീ പുറത്തു വരും, ഭയപ്പെടണ്ട. ഒരുപാട് വിഷയത്തിനകത്ത് നീ കുരുങ്ങിയിരിക്കണമെന്നറിയാം, പക്ഷെ സ്വർഗം പറയുന്നു നീ പുറത്തു വരും. അതുകൊണ്ട് സങ്കീർത്തനക്കാരൻ്റെ ആ വചനം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്ക്. മോശയോട് ദൈവം സംസാരിച്ചു. ഹല്ലേലൂയ, സ്തോത്രം, ആമേൻ. അതുകൊണ്ട് നമ്മൾ ഭവനത്തിനടുത്തുള്ള അമ്പലങ്ങൾ കാര്യങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. അതൊന്നും നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല. ലോകത്തുള്ളവനേക്കാൾ വലിയവനത്രയും എൻ്റെ ഹൃദയത്തിനകത്തിരിക്കുന്നത്. മക്കളെ ചൊല്ലി സങ്കടമുള്ളവർ കേൾക്കുന്നുണ്ട്. അവരുടെ പഠിത്തത്തെക്കുറിച്ച് വികാരം വിടുന്ന ആൾക്കാരുണ്ട്. അവരുടെ ഭാവിയെക്കുറിച്ച് ഞങ്ങൾ ഞായറാഴ്ച ആരാധനയ്ക്ക് പോയിട്ട് വന്ന പാസ്റ്ററെ വീട്ടിലെപ്പോഴും വഴക്കാണ് പാസ്റ്ററെ. ആരടുത്ത് പറയാൻ? നീ ആരടുത്തും പറയണ്ട. നിനക്ക് ദൈവ കൃപ തന്നിട്ടുണ്ട്. ആദ്യം നീ ആ കൃപയിൽ ആശ്രയിക്കുക, പരിശുദ്ധാത്മാവിൽ ആശ്രയിക്കുക. എങ്കിൽ മാത്രമേ അത് പൊട്ടൂ. നീ ആരാധിച്ചാൽ ചില അത്ഭുതങ്ങൾ നടക്കും, ഉറപ്പാ. സ്തോത്രം. വീണ്ടും ഇതിനകത്ത് എന്നോട് ഇങ്ങനെ തന്നെ പറയുന്ന പരിശുദ്ധാത്മാവ്, ഏതോ ഒരു കുടുംബം വളരെ ആത്മാർത്ഥയോട് നിന്ന്, വളരെ ആഴത്തിലോട് നിന്ന് സഭയ്ക്ക് വേണ്ടി സ്വന്തം ജീവനെ വരെ ബലിയർപ്പിക്കും പോലെ കൊടുത്ത വ്യക്തി ഇപ്പോൾ എല്ലാത്തിൽ നിന്നും ബാക്കിലോട്ട് നിൽക്കുകയാണ്. നോ, നീ മുമ്പിൽ തോട്ട് തന്നെ നടക്കാം, പിറകിലോട്ട് തിരിയല്ലേ. വല്ലവരെയും വാക്ക് കേട്ട് പുറകെ തിരിയല്ലേ. ശകുലിൻ്റെ ഗതിയാകരുത്. ദാവീദിനെ പോലെ മുമ്പിലോട്ട് വാ. ദാവീദിൻ്റെ മേൽ വീഴുന്ന അഭിഷേകം, സിംഹം, കരടി, ഗോലിയത്ത്, ഇത് മാത്രമേ നിങ്ങൾക്കറിയാവൂ. നിങ്ങൾ യഥാർത്ഥത്തിൽ ശ്രദ്ധിച്ചു നോക്കുക. ക്ഷമിക്കാൻ കൂടി പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആ ദാവീദിൻ്റെ മേൽ വന്നു. എങ്ങനെ വന്നു? ശകുൽ ചെയ്യാത്ത പ്രശ്നങ്ങളില്ല. ശകുലിനെ 2 സ്ഥലത്ത് വെച്ച് കയ്യിൽ കിട്ടി, കൊന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, ദൈവം നിന്നെ കാണുന്നുണ്ട്. കർത്താവിന് നിന്നെ വേണം, പാസ്റ്ററിന് നിന്നെ വേണ്ട, നിൻ്റെ കൂടെ നടന്ന വ്യക്തികൾക്ക് നിന്നെ വേണ്ട. അവർ ഒരുപാട് കഥയൊക്കെ പറഞ്ഞ് അത് ഇന്ന ആൾ ശരിയല്ല, അവൻ നമ്മളോട് നടന്നപ്പോൾ കുഴപ്പമില്ല, ഇപ്പം എന്തോ കുഴപ്പമാണ്, വേണ്ട എന്നവർ വിധി എഴുതും.
പക്ഷെ നീ പറയേണ്ടത് എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്, എന്നെ വിളിച്ചൊരു ദൈവമുണ്ട്. ഞാൻ വീണ്ടും വീണ്ടും എടുത്തെടുത്ത് പറയുന്നു, ഏതോ ഒരു കുടുംബം നിനക്കുള്ള ദൂത ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഭയപ്പെടരുത്, എണീറ്റ് വാ. സ്തോത്രം. ആമേൻ.